ശബരിമലയുടെ ഭരണപരിപാലനവും ആൾക്കൂട്ട നിയന്ത്രണവും അടക്കമുള്ള ദൗത്യം സംസ്ഥാനശേഷിക്കപ്പുറമാണെങ്കിൽ കേന്ദ്രീകൃത കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കാമെന്ന നിർദ്ദേശവുമായി എൻ പ്രശാന്ത് IAS ശബരിമലയിൽ പോയി വന്ന ശേഷമാണ് എല്ലാ കാര്യങ്ങളും വിലയിരുത്തിക്കൊണ്ടുള്ള സമഗ്രമായ കുറിപ്പ്. ശബരി അഥവാ ശബരിമല സൗകര്യങ്ങൾക്കും ജൈവവൈവിധ്യത്തിനുമുള്ള പ്രാദേശിക അതോറിറ്റി, ശബരിമല അമനിറ്റീസ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഏരിയ റീജിയണൽ അതോറിറ്റി എന്ന ആശയം അദ്ദേഹം മുന്നോട്ടുവെക്കുന്നുണ്ട്. നിലയ്ക്കൽ പമ്പ സംവിധാനം മേഖലയുടെ മേൽനോട്ടത്തിനായി സ്ഥിരമായ ഭരണകാലാവധിയുള്ള മുതിർന്ന ഒരു IAS ചീഫ് എക്സിക്യൂട്ടീവിന്റെ നേതൃത്വത്തിൽ വർഷം മുഴുവനും പ്രവർത്തിക്കുന്ന പ്രൊഫഷണലായ ഒരു അതോറിറ്റിയായിരിക്കണം ശബരി. ധനകാര്യം, സുരക്ഷ, ആസ്തികൾ, ശുചിത്വം, ഗതാഗതം എന്നിവയുടെയെല്ലാം മേൽനോട്ടം വഹിക്കാൻ പ്രാപ്തിയുള്ളവരെ വേണം നിയോഗിക്കാനെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. മലയാളികളെക്കാൾ കൂടുതൽ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ വരുന്ന ദേശീയ പ്രാധാന്യമുള്ള തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ക്ഷേത്രം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾ നമ്മുടെ കഴിവുകേടിനെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഈ സിസ്റ്റം അപകടം കൂടാതെ ഓരോ സീസണും കടന്നുപോകുന്നതിലെ അത്ഭുതം കൂടിയാണ് അവർ പങ്കുവെക്കുന്നത്. നമ്മളെക്കൊണ്ട് ഇതിനൊന്നും കഴിയില്ല എന്ന് പറയിക്കാതിരിക്കാനുള്ള ബോധമെങ്കിലും നമ്മൾ കാണിക്കണം. ആത്മാർത്ഥമായി ശ്രമിച്ചാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. എന്നാൽ ശബരിമലയുടെ ദൗത്യം സംസ്ഥാനത്തിന്റെ നിലവിലെ ശേഷിക്കപ്പുറമാണെങ്കിൽ ഭരണഘടനയിൽ അതിന് പരിഹാരമുണ്ട്. ആർട്ടിക്കിൾ 3 പ്രകാരം സംസ്ഥാന നിയമസഭയുടെ അഭിപ്രായം തേടിയ ശേഷം പാർലമെന്റിന് ഒരു പുതിയ ഭരണ യൂണിറ്റ് അഥവാ കേന്ദ്രഭരണ പ്രദേശം രൂപീകരിക്കാം. അങ്ങനെയാണെങ്കിൽ സന്നിധാനം, മരക്കൂട്ടം, പമ്പ, നിലയ്ക്കൽ എന്നിവയുൾപ്പെടുന്ന ശബരിയെ കേന്ദ്രീകൃത കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കാം. വനം, പരിസ്ഥിതി വകുപ്പ് ഉൾപ്പെടെയുള്ളവയുടെ അനുമതികളും മറ്റും എളുപ്പത്തിലാവാൻ ഇത് സഹായിക്കും. കൂടുതൽ ഫണ്ടും സമഗ്രമായ പ്രോജക്ട് നടപ്പിടിപ്പും സൈന്യത്തിന്റെയും പാരാമിലിറ്ററിയുടെയും വിന്യാസവും സാധിക്കും. കേവലം ആൾത്തിരക്ക് നിയന്ത്രിക്കൽ എന്നതിനപ്പുറം ആത്മീയതയിലും ഭക്തിയിലും ഊന്നിയുള്ള തീർത്ഥാടനാനുഭവം ഭക്തജനങ്ങൾക്ക് നൽകാൻ നമുക്ക് കഴിയണം. ഇതെല്ലാം ഭംഗിയായി ചെയ്യാൻ ശബരിമലയിലെ ഒരു സീസണിലെ നടവരവ് തന്നെ അധികമായിരിക്കും. ഒരു സ്പോൺസറുമില്ലാതെ തന്നെ ദൈവത്തിന്റെ ഈ പൂങ്കാവനം നമുക്ക് വീണ്ടെടുക്കാവുന്നതേയുള്ളൂ എന്നും പ്രശാന്ത് കുറിച്ചു.